بسم الله الرحمن الرحيم إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, നാം 2 ക്ലാസ്സുകൾ പൂർത്തിയാക്കി നമ്മുടെ അറബി ഭാഷ പ്രാക്ടിക്കൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട 3ാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നമ്മളുള്ളത്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ഭാഷാ പഠനത്തിന് നമ്മുടെ പുതിയ പാഠ്യ പദ്ധതിയിൽ വാഫി വഫിയയിൽ 4 രീതികൾ, 4 തരം പീരിയഡുകളാണ് നിങ്ങൾക്ക് ഫിസിക്കൽ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ഉണ്ടാവുക. ക്ലാസ്സുകൾ കോളേജുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുക. കുറച്ച് പീരിയഡുകൾ കേൾക്കാനുണ്ടാവും, കുറച്ച് പീരിയഡുകൾ നിങ്ങളും കുട്ടികൾ തമ്മിലും നിങ്ങളുടെ അധ്യാപകനുമായും സംവദിക്കാൻ അറബി ഭാഷയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനുണ്ടാവും. അതുപോലെ നിങ്ങൾ വായിക്കാനും വായിച്ച് ആ വായിച്ചതിൻ്റെ സമ്മറി സമർപ്പിക്കാൻ പറയാനുണ്ടാവും. ചില പീരിയഡുകളിൽ നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. അങ്ങനെ 4 കാര്യങ്ങളും നമ്മൾ പീരിയഡുകളിൽ തന്നെ, ഒരാഴ്ചയിൽ ഇതിനെല്ലാം നമ്മൾക്ക് പ്രത്യേകമായ സമയങ്ങളുണ്ടാവും. എന്നാൽ ഇങ്ങനെ ഓൺലൈൻ വഴി നമ്മൾ ചെയ്യുമ്പോൾ അതിന് പരിമിതികളുണ്ട്. എന്നാലും നമ്മൾ പരമാവധി പഠിക്കാവുന്ന ഈ 4 മേഖലകളെയും കോൺസെൻട്രേറ്റ് ചെയ്ത് 4ഉം പരിഗണിച്ച് കുറേ കേൾക്കും, കുറച്ച് വീഡിയോകളൊക്കെ കാണിക്കും, കുറച്ച് നിങ്ങളോട് കാണാൻ പറയും, കുറച്ച് സെന്റൻസുകൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ സുന്ദരമായി വളരെ രസകരമായി ഈ ഭാഷ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകണം. എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കേവലമായ കേൾവിക്കാരായി മാറരുത്. കയ്യിൽ നോട്ട് പുസ്തകം എപ്പോഴും കരുതിയിരിക്കണം. പറയുന്ന വാക്കുകൾ എഴുതി വെക്കാൻ ശ്രമിക്കുക. അതുപോലെ ക്ലാസ്സിന് ശേഷം ആവർത്തിക്കാൻ ശ്രമിക്കുക, ഇൻഷാ അല്ലാഹ്. അപ്പോൾ 2ാമത്തെ ക്ലാസ്സിൽ, തൊട്ട് മുമ്പുണ്ടായ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. 2 ഇസ്മുകൾ ചേർത്തുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് സെന്റൻസ് ഉണ്ടാക്കാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ടാണ് നമ്മൾ കുറെ ഉദാഹരണങ്ങളും, നിങ്ങളൊക്കെ 10 വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചു. ആ വാക്കുകളോട് വേറെ ഒരു നൗണ് ഇസ്മ ചേർത്ത് പൂർണ്ണമായ ജുംലകൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട്, 1 മിനിറ്റിൽ താഴെ 60 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് നമ്മൾക്ക് നമ്മളെ അറബി ഭാഷയിൽ എങ്ങനെ പരിചയപ്പെടുത്താം. ഇസ്മുകൾ മാത്രം ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ, ആരും വേർബുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇസ്മും ഹർഫും മാത്രമുള്ള സെന്റൻസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളെ പരിചയപ്പെടുത്താൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, പേരിന് ഇസ്മ് എന്നാണ് പറയുക എന്ന്, അല്ലെ? ഇസ്മ് എന്ന വാക്കിന് നൗണ് എന്ന അർത്ഥമുണ്ട്. ഗ്രാമറ്റിക്കലി ഉള്ള ഇസ്മ, ഫിഅല്, ഹർഫ്, അതിൽ ഇസ്മിന് നൗണ് എന്ന അർത്ഥമുണ്ട്. എന്നാൽ ഞാൻ ഇസ്മി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? മൈ നെയിം. അപ്പോൾ ഒരാളെ കുറിച്ച് നമ്മൾ ആദ്യം പറയുമ്പോൾ, നമ്മളെ കുറിച്ച് പറയാമെന്ന് സങ്കല്പിച്ചോളൂ. എല്ലാവരും സംസാരിക്കാനുള്ള ഒരു സജ്ജരായിരിക്കുക. എന്നിട്ട് ഇപ്പൊ നമ്മൾ ഒരാളുടെ മുന്നിൽ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ എന്താ നമ്മൾ ആദ്യം പറയാം? അസ്സലാമു അലൈക്കും എന്ന് പറയും. ഒരു സദസ്സിലൊക്കെ ആണെങ്കിൽ അതിന് ശേഷം, അല്ലെങ്കിൽ വേറെ ഒരാളെ നമ്മൾ നേരിട്ട് ചെന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ സലാം പറഞ്ഞ ശേഷം മർഹബ എന്ന് പറയും. കേട്ടിട്ടുണ്ടാവും പല പ്രാവശ്യം. മർഹബൻ എന്ന വാക്കിന്റെ അർത്ഥം വെൽക്കം എന്നാണ്. ഏകദേശം അതിനോട് അടുത്ത് നിൽക്കുന്ന അർത്ഥം ഇംഗ്ലീഷിൽ വെൽക്കം എന്നാണ്. മർഹബൻ ബിക്കും എന്ന് നമ്മൾ ഒരാളോട് പറയാൻ സലാം പറഞ്ഞ ശേഷം മർഹബൻ ബിക്കും അസ്ദിഖായി, കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം. മർഹബൻ, എല്ലാവരും പറഞ്ഞു നോക്കും. മർഹബൻ ബിക്കും അസ്ദിഖായി എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് നമുക്ക് നമ്മളെ കുറിച്ച് പറയണം. എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കൂ. ഇസ്മ്, പേര്. ഇസ്മുഹു, അവന്റെ പേര്. എനിക്ക് പറയേണ്ടത് എന്റെ പേരാണ്. ഇസ്മി, എന്റെ പേര്. എന്താ എന്റെ പേര്? ഓരോരുത്തരും പറയാം. ഇസ്മി മുഹമ്മദ്,
ഇസ്മി അഹ്മദ്, ഇസ്മി ഫാത്തിമ, ഇസ്മി ഖദീജ, ഇസ്മി ആയിഷ. വേറെ എന്തൊക്കെ പേരുകളുണ്ടോ ആ പേരുകൾ നമ്മൾ പറയാം. ഇസ്മി എൻ്റെ പേര്. വേണമെങ്കിൽ തുടക്കത്തിൽ ഒരു അന എന്നും പറയാം. അന ഇസ്മി മുസ്തഫ, അന ഇസ്മി വേറെ എന്താണോ പേര് ആ പേര് ആ ഡാഷിൽ ചേർത്ത് കൊടുക്കുക. ഓക്കെ, അന ഇസ്മി. പിന്നെ പറയേണ്ടത് എന്താ? ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ രണ്ടാമത് നമ്മൾ എന്താ പറയാ? വയസ്സ് പറയണം. വയസ്സിന് എന്താ പറയാ? ഐ ആം 15 years old എന്ന് പറയാൻ അന ഉംരി. ഉമർ എന്നാണ് വയസ്സിന്. എത്ര വയസ്സായി എന്ന് പറയാം. ഉംരി എൻ്റെ വയസ്സ്. ഒരാളിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്. ചോദിക്കാൻ എത്ര എന്നുള്ള അർത്ഥത്തിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന വേർഡ് ഏതാ? സ്കൂളിൽ നിന്ന് കേട്ടിട്ടുണ്ട്, മദ്രസയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. കം അല്ലേ? കം കം ഉംറുക്. എത്രയാണ് നിന്റെ വയസ്സ്? കം. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു മറുപടി, ആ ചോദ്യം നമ്മളെ മുന്നിലില്ല, അതേസമയം അതിന്റെ മറുപടിയാണ്. കുറച്ച് ചോദ്യങ്ങളുടെ മറുപടിയാണല്ലോ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് നമ്മളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക്, നമ്മളിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങൾക്കുള്ള നമ്മുടെ മറുപടിയാണ്. ഒന്നാമത്തെ ചോദ്യം മാ ഇസ്മുക എന്നാവണം. അപ്പൊ മാ ഇസ്മുക എന്ന ചോദ്യത്തിന്റെ മറുപടി നമ്മൾ പറഞ്ഞു ഇസ്മി, എന്താണോ പേര് ആ പേര്. പിന്നെ നിന്റെ വയസ്സ് എത്ര? ഉംരി 15 ആമൻ. 15 അറിയാം, എല്ലാവർക്കും അറിയാം. 15 എന്താ പറയാ? 15 ആമൻ. ഉംരി 15 ആമൻ. അപ്പൊ അത് പറഞ്ഞു. പിന്നെയുള്ള ചോദ്യം, വീട്ടില് ആരൊക്കെയുണ്ട്? മൻ ലക ഫിൽ ബൈത്ത്, അല്ലെങ്കിൽ മൻ ഇൻദക ഫിൽ ബൈത്ത്. വീട്ടില് ആരൊക്കെയുണ്ട് എന്നായിരിക്കും ചോദ്യം. മൻ ആര്, ലക്ക നിനക്ക്, അല്ലെങ്കിൽ ലക്കി പെണ്ണാണെങ്കിൽ, അല്ലെങ്കിൽ മൻ ഇൻദക, അല്ലെങ്കിൽ ഇൻദക്കി ഫിൽ ബൈത്ത്. വീട്ടിൽ ആരൊക്കെയുണ്ട് അങ്ങനെ ചുരുക്കി ചോദിച്ചാൽ മതി. വലിയ ചോദ്യങ്ങളൊന്നും വേണ്ട അല്ലെ? അപ്പൊ അതിലൊക്കെ നമ്മളിപ്പോ ഉപയോഗിച്ചതെല്ലാം എന്താണ്? ഒന്നുകിൽ നൗണാണ് അല്ലെങ്കിൽ ഹർഫാണ്. അപ്പൊ നോക്കൂ, ലീ ഐ ഹാവ്, ലഹു ഹി ഹാസ്, ലഹ ഷീ ഹാസ്, ലക്ക യു ഹാവ്, ലക്കി ലേഡി ഷീ യു ഹാവ്. യു ഹാവ് തന്നെ മാറ്റമില്ല, പക്ഷെ ലക്കി അറബിയിലാവുമ്പോൾ ലക്ക ലക്കി. ലന വി ഹാവ്, ലീ ഐ ഹാവ്, ലീ അഖുൻ സഗീർ. എനിക്ക് ഒരു ചെറിയ ബ്രദർ ഉണ്ട്. അഖുൻ സഗീർ, ലീ അഖുൻ സഗീർ. എനിക്കൊരു ചെറിയ ബ്രദർ ഉണ്ട്. ഇസ്മുഹു, ഹിസ് നെയിം. എന്താണോ ബ്രദറിന്റെ നെയിം അത് പറയാം. 2 ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അഹവാനി, അഹവാനി, ലീ അഹവാനി. ഇനി 2ൽ കൂടുതലാണെങ്കിലോ ഒന്ന് ആവർത്തിച്ച് കേൾക്കണേ, അപ്പൊ നമുക്കിത് വേഗത്തിൽ പഠിക്കും. ലീ സലാസത്തു ഇഹ്വ. അഹുൻ എന്നതിന്റെ പ്ലൂരൽ ഫോം ഇഹ്വ. ഓക്കെ, ഇഹ്വ. വേറെയും വാക്കുകൾ ഉണ്ടാകും, നമുക്ക് ഒന്ന് മതി. ഇഹ്വ, സലാസത്തു ഇഹ്വ. ഓക്കെ, എനിക്ക് 3 ബ്രദേഴ്സ് ഉണ്ട്. അപ്പോ ലീ അഹുൻ സഗീർ, എനിക്ക് ഒരു ചെറിയ ബ്രദർ ഉണ്ട്. ഇസ്മുഹു, എന്നിട്ട് അവന്റെ പേര് കൊടുത്തു അല്ലെ? അല്ലെങ്കിൽ അഹവാനി ഇസ്മുഹുമ, അവർ 2 പേരുടെയും പേര്, അല്ലെങ്കിൽ സലാസത്തു ഇഹ്വ. ആ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ കൂടെ തന്നെ ലീ അഹുൻ സഗീറുൻ, അതിന്റെ തുടർച്ചയിൽ വ ഉഖ്തുൻ സഗീറ, ഉഖ്തുൻ സഗീറ, ഒരു ചെറിയ പെങ്ങളുമുണ്ട്. ഇനി വലുതാണെങ്കിലോ ഉഖ്തുൻ കബീറ. നേരത്തെ പറഞ്ഞു കൊടുത്തു. അഹു കബീർ ആണെങ്കിൽ അഹുൻ കബീറുൻ, വലിയ ബ്രദറാണ്. എൻ്റെ മുകളിലുള്ള ബ്രദർ ആണെങ്കിൽ അഹുൻ കബീർ. ഉഖ്തുൻ സഗീറ, ചെറുതാകുമ്പോൾ സഗീർ, മുകളിലുള്ളവരാകുമ്പോൾ കബീർ അല്ലെങ്കിൽ കബീറ, പെണ്ണാകുമ്പോൾ കബീറ, സിസ്റ്റർ ആകുമ്പോൾ കബീറ. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോ എന്താ ബാക്കിയുള്ളത്? ഉപ്പാനെയും ഉമ്മാനെയും കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോ അബീ, എൻ്റെ പിതാവ്. നോക്കൂ, വളരെ എളുപ്പമാണ്. അബീ, എൻ്റെ പിതാവ്. അബൂഹു, അവന്റെ പിതാവ്. അബൂക്ക, നിന്റെ പിതാവ്. അപ്പോ അബീ, എൻ്റെ പിതാവ്. എന്നിട്ട് ഉപ്പ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പറയാം അല്ലേ? എന്താണ്? ഉപ്പ മുഅല്ലിമുൻ, അധ്യാപകനാണ്, അല്ലെങ്കിൽ മുവല്ലഫുൻ, ഉദ്യോഗസ്ഥനാണ്. എന്താണോ ഉപ്പയുടെ ജോലി അത് അബീ
അത് കഴിഞ്ഞിട്ട് ഉപ്പയുടെ ജോലി പറയാം. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മീ, എൻ്റെ ഉമ്മ എന്താണ്? മുഅല്ലിമത്തുൻ, അധ്യാപികയാണോ, അതോ വീട്ടിൽ നിൽക്കുന്ന ഉമ്മയാണോ? റബ്ബത്ത് ബെയ്ത്താണോ? റബ്ബത്ത് ബെയ്ത്ത് എന്നാണ് സാധാരണ പറയല. വീട്ടിലുള്ള നമ്മുടെ ഉമ്മമാർ വീട്ടുകാര്യങ്ങൾ നോക്കി വീട്ടിലെ രാജ്ഞിയാണ്. അപ്പോൾ റബ്ബത്തു ബെയ്ത്തിൻ എന്ന് ആണ് പറയുക സാധാരണഗതിയിൽ, അല്ലേ? അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാണെങ്കിൽ മുവല്ലഫ. നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീ ആവുമ്പോൾ അതിനനുസരിച്ച് ചെറിയ മാറ്റം വരും. അഹുൻ സഗീർ, ഉഖ്തുൻ സഗീറ എന്ന് പറഞ്ഞതുപോലെ മുവല്ലഫുൻ ഉദ്യോഗസ്ഥൻ, മുവല്ലഫ ഉദ്യോഗസ്ഥ. ആ ഒരു വ്യത്യാസം ഉണ്ടാകും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ബ്രദറിനെ കുറിച്ച് പറഞ്ഞു, സിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു, ഉമ്മയെക്കുറിച്ച് പറഞ്ഞു, ഉപ്പയെക്കുറിച്ച് പറഞ്ഞു. ഇത്രയും കാര്യം വളരെ എളുപ്പത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ച ആകെ ഒരു പാഠമാണ് നമ്മൾ നഹ്വിൽ പഠിച്ചത്. ആ ഒരു പാഠം വെച്ച് തന്നെ നമുക്ക് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ, ഒരു മിനിറ്റിൽ താഴെ സമയത്ത് നമുക്ക് നമ്മളെ ഇൻട്രഡ്യൂസ് ചെയ്യാൻ പറ്റി. ഇനി നമുക്കൊരു ചെറിയ വീഡിയോ കണ്ടു നോക്കാം. അതിലും ഇതേ കാര്യമാണ് പറയുന്നത്. അത് കേൾക്കുക, അതിൻ്റെ കൂടെ 1-2 പ്രാവശ്യം നമ്മളും പറഞ്ഞു നോക്കുക. ഓക്കെ. السلام عليكم ورحمة الله وبركاته. مرحبا بكم يا أصدقائي. أنا اسمي أحمد، عمري 15 عاما، لي أخت صغيرة اسمها خديجة، وأخ صغير اسمه محمد. أبي نجار وأمي معلمة. السلام عليكم ورحمة الله وبركاته. مرحبا بكم يا أصدقائي. أنا اسمي أحمد، عمري 15 عاما، لي أخت صغيرة اسمها خديجة، وأخ صغير اسمه محمد. أبي نجار وأمي معلمة. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? വീഡിയോയിൽ എന്താ ഉണ്ടായിരുന്നത്? നമ്മൾ പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെ, അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നല്ല തയ്യാറുള്ള ആളുകൾ, എല്ലാവരും തയ്യാറാവണം. സ്വന്തമായിട്ട് നിങ്ങളെക്കുറിച്ച് പറയണം. എന്തൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞു? തുടക്കത്തിൽ സലാം പറഞ്ഞു, പിന്നെയോ മർഹബൻ ബിക്കും എന്ന് പറഞ്ഞു, അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ പറയാം, മർഹബൻ ബിക്കും എന്ന് പറയാം. ഉച്ചാരണങ്ങൾ അറബിയിൽ തന്നെ ആവാൻ ശ്രദ്ധിക്കുക. അതിനാണ് നമ്മൾ അറബി കേൾക്കണം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സ്ഥാപനങ്ങളിലെ അധ്യാപകർ നിങ്ങൾക്ക് കേൾക്കാനുള്ള കാര്യങ്ങൾ വൈകാതെ തന്നെ ലിങ്കുകൾ മറ്റൊക്കെ ഷെയർ ചെയ്തു തരും. അതുവഴി സുന്ദരമായ അറബി നിങ്ങൾ കേൾക്കണം, കേട്ട് പഠിക്കണം. അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അപ്ഡേറ്റുകൾ നിങ്ങൾ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് പറഞ്ഞു നോക്കാം. ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട്, ഇപ്പോൾ പേര് അഫ്ലൽ എന്ന പേരുള്ള ഒരാളാവട്ടെ, എഴുന്നേറ്റ് നിന്നു. എന്നിട്ടോ മർഹബൻ ബിക്കും യാ അസ്തിഖാഇ, അന ഇസ്മി അഫ്ദൽ, ഉംരി, എല്ലാവരും പറഞ്ഞു നോക്കൂ. ഉംരി 15 ആമൻ. പറഞ്ഞില്ലേ? ഉംരി 15 ആമൻ. പിന്നെന്താ പറഞ്ഞത്? വയസ്സ് കഴിഞ്ഞിട്ട് ലീ അഖുൻ സഗീറുൻ. അവിടെ വേണമെങ്കിൽ മുകളിലാണെങ്കിൽ ലീ അഖുൻ കബീറുൻ. എൻ്റെ മുകളിൽ ഒരു ബ്രദർ ഉണ്ട്, അല്ലേ? അഖുൻ കബീറുൻ, ലീ അഖുൻ സഗീറുൻ. അത് കഴിഞ്ഞിട്ട് ഉഖ്തുൻ സഗീറത്തുൻ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ചെറിയൊരു സമയം കൊണ്ട് നമ്മളെക്കുറിച്ച് പറഞ്ഞു, ബ്രദറിനെ കുറിച്ച് പറഞ്ഞു, സിസ്റ്ററെ കുറിച്ച് പറഞ്ഞു. ഇനി പറയാനുള്ളത് ഉമ്മാനെയും ഉപ്പാനെയും കുറിച്ചാണ്. അബി എന്താണ് വാപ്പ ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള സെന്റൻസുകളാണ്, അല്ലേ? ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? എല്ലാം ഇസ്മുകളും അല്ലെങ്കിൽ ഹർഫുകളും, ഇസ്മും ഹർഫും മാത്രം കമ്പൈൻ ചെയ്തിട്ടുള്ള സെന്റൻസുകളാണ്, അല്ലേ? അപ്പോൾ അബി എന്താണോ നിങ്ങളുടെ ഉപ്പ, അഫ്ദലിന്റെ ഉപ്പ എന്താണോ അത് അഫ്ദൽ പറയാം. ഉമ്മി എൻ്റെ ഉമ്മ എന്താണ് അതും പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളെ പരിചയപ്പെടുത്താൻ നമ്മൾ ഇതുവരെ പഠിച്ച ഗ്രാമർ വെച്ച് തന്നെ സാധിക്കുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെ ഓരോരുത്തരും ചെയ്തു നോക്കും. അതിനെല്ലാത്തിനും കൂടി നമ്മളിപ്പോൾ സമയം കളയേണ്ടതില്ല. ഓരോരുത്തരും ചെയ്തു നോക്കുക. ഈ വീഡിയോ കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക.
സ്വന്തമായി നമ്മളെ നമുക്കെങ്ങനെ പരിചയപ്പെടുത്താം എന്ന് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ആരാണോ ആ അധ്യാപകന് അത് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെ അധ്യാപകർ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ആ അധ്യാപകരുമായി നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തിൽ നിങ്ങൾ ചെയ്തത് ആൺകുട്ടികളും പെൺകുട്ടികൾ അവരുടെ അധ്യാപികമാർക്ക് ടീച്ചേഴ്സിന് അത് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.